ജർമ്മനിയുടെ അതില് ഇപ്പൊ ഞാൻ പേഴ്സണലി ജർമ്മനി അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. എഞ്ചിനീയേഴ്സിന് ഒഴികെ വേറെ ആർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഒത്തിരി നഴ്സസിന് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. കാരണം വെച്ചാല് നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്ത ഒരാള് ജർമ്മൻ B2 എടുക്കണം. B2 എന്ന് പറഞ്ഞാൽ A1, A2, B1, B2. ഈ B2 ലെവൽ എത്തി ആ B2 ലെവലിൽ ഇപ്പൊ ഒരു ഞാൻ നേഴ്സിനെ സംബന്ധിച്ചാണ്, ഒരു നേഴ്സ് B2 ലെവൽ ചെയ്ത് അവർ ജർമ്മനിയിൽ പോയാലും ജർമ്മനിയിൽ അവർക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ജർമ്മൻ ഭാഷയിൽ തന്നെ എക്സാം ആണ്. ഇപ്പൊ നമ്മൾ എൻക്ലെക്സ് ഇംഗ്ലീഷിൽ എഴുതണ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു എക്സാം അവർ ജർമ്മൻ ഭാഷയിൽ എഴുതണം. അപ്പൊ അവർ അതിനകത്ത് 100, എനിക്ക് തോന്നുന്നില്ല അത് അത്ര ഒരാൾ 2 പേരൊക്കെയോ വല്ല അപൂർവമായിട്ട് പാസ്സാവുള്ളൂ, അല്ലാതെ അത് പാസ്സാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ബാക്കി ഇപ്പൊ എഞ്ചിനീയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജർമ്മനി വളരെ നല്ലതാണ്. അവർക്ക് ഗവൺമെന്റ് കോളേജസിൽ തന്നെ ഫീസ് ഇല്ലാണ്ട് പഠിക്കാം. അതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതേസമയത്ത് നഴ്സസിനെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി ജർമ്മനി അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ജർമ്മനി ആണെങ്കിൽ ജർമ്മൻ വേണം, ഇപ്പൊ ഡെൻമാർക്ക് ഡാനിഷ് വേണം, അല്ലെങ്കിൽ ഇറ്റലി ആണെങ്കിൽ ഇറ്റാലിയൻ പഠിക്കണം. കാരണം അവരുടെ മീഡിയം കമ്മ്യൂണിക്കേഷൻ ആണല്ലോ പേഷ്യൻസ് ആയിട്ടുള്ള. അപ്പൊ അത് പേഴ്സണലി ഞാൻ നഴ്സസിന് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്.